തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്ന് നിയമസഭയിൽ പ്രസംഗിച്ചത്. കൊളത്തൂർ മണ്ഡലത്തിലെ സ്റ്റാലിന്റെ തോൽവി സൂചിപ്പിച്ചായിരുന്നു സിനിമാ സ്റ്റൈലിൽ വിജയുടെ കുട്ടിക്കഥ അവതരണം. ആരുടെയും ഔദാര്യത്തിലല്ല, ജനങ്ങളുടെ അനുമതിയോടെയാണ് TVK സർക്കാർ രൂപീകരിച്ചതെന്ന് വിജയ് തുറന്നടിച്ചു. ஒரு ஊர்ல ஒரு பெரியவர் வெயில் ரொம்ப ஜாஸ்தியா இருக்குன்னு சொல்லிட்டு கண்ணுக்கு மேல கை வச்சுக்கிட்டு இப்படி சுத்தி முத்தி தேடிக்கிட்டு இருந்தாராம். அப்ப கூட இருந்த ஒரு சின்ன பையன் என்ன தேடுறீங்க அப்படின்னு கேட்டானா. அதுக்கு அந்த பெரியவர் சொன்னாரா, அது ஒண்ணு இல்ல தம்பி, உங்க அப்பா இங்கதான் இருப்பாருன்னு சொன்னாங்க, அதான் தேடிக்கிட்டு இருக்கேன், எங்க உங்க அப்பாவையா காணோம். இல்ல அந்த எங்களுக்கும் நக்கலா நையாண்டியா சம்பந்தம் இல்லாத குட்டி கதை இதெல்லாம் எங்களுக்கும் பேச தெரியும். MK സ്റ്റാലിനെ ട്രോളിക്കൊണ്ടായിരുന്നു വിജയ് പ്രസംഗം അവസാനിപ്പിച്ചത്. സ്റ്റാലിൻ കാണിച്ച വിഖ്യാതമായ ആംഗ്യം അനുകരിച്ചുകൊണ്ടായിരുന്നു വിമർശനം. BJPയുടെ ആശയപരമായ എതിർപ്പുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളെയും എതിർക്കില്ല, നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടും TVK അധികാരത്തിലെത്തിയെന്നും വിജയ്. വിവരങ്ങളുമായി അനേന സതീഷ് ചേരുന്നുണ്ട്. അനേന, ഇന്ന് കൃത്യമായ രാഷ്ട്രീയം പറയുകയാണ്, കൃത്യമായ രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ വിജയുടെ പ്രസംഗം. സോന, അതുതന്നെയാണ്. മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വിജയ് എന്ന പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത്. കൊളത്തൂർ മണ്ഡലത്തിലെ സ്റ്റാലിന്റെ പരാജയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആണ് ആദ്യം തന്നെ വിമർശനം ഉന്നയിച്ചു തുടങ്ങിയത്. അത് മറ്റ് തലങ്ങളിലേക്ക് നീണ്ടു എന്ന് വേണം പറയാൻ. അതായത് DMK സർക്കാർ മുൻപ് നടത്തിയ അഴിമതികളൊന്നും തന്നെ തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആവർത്തിക്കില്ല, താൻ അത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാൻ പോകുന്നില്ല, മറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ DMK അധികാരത്തിലിരുന്നപ്പോൾ പദവികളൊക്കെ പണത്തിന് വിൽക്കുകയായിരുന്നു, എന്നാൽ തന്റെ സർക്കാർ കൃത്യമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി വിജയ് ഇന്ന് സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഈ DMK നേതാക്കൾ വലിയ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വിജയ് ഒരു സിനിമാ സ്റ്റൈലിൽ, അതായത് അദ്ദേഹം സിനിമയിലൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗ് ഇന്ന് സഭയിലും ആവർത്തിച്ചു. ഒരു കുട്ടിക്കഥ ചൊല്ലട്ടുമാ, അതായത് ആദ്യം തന്നെ സ്പീക്കറോട് അനുമതിയും ചോദിക്കുന്നുണ്ട്. ഒരു ചെറിയ കഥ ഓർമ്മയിൽ വരുന്നുണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ എന്ന തരത്തിൽ ആദ്യം സ്പീക്കറോട് അനുമതി തേടുന്നു. ശേഷം സ്പീക്കർ അനുമതി നൽകിയതിനു ശേഷമാണ് ഒരു വൃദ്ധന്റെയും ഒരു കൊച്ചുകുട്ടിയുടെയും സംഭാഷണം അതൊരു കഥയാക്കി വിജയ് സഭയിൽ അവതരിപ്പിക്കുന്നത്. അതിലൂടെ തന്നെ സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും പേരെടുത്ത് പറയാതെയായിരുന്നു വിജയ് വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ മുൻ DMK സർക്കാരിനെതിരെ വിജയ് ഇന്ന് സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെയും ഉദയനിധി സ്റ്റാലിൻ മറുപടി പറഞ്ഞത് സഭയ്ക്ക് പുറത്താണ്. അദ്ദേഹം വ്യക്തിപരമായ ഒരു ആക്രമണം നടത്തി എന്ന് വേണം പറയാൻ. അതായത് വിജയുടെ കുടുംബ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇതിനെല്ലാമുള്ള മറുപടി ഉദയനിധി നൽകിയിട്ടുണ്ടായിരുന്നത്. ചെങ്കൽപ്പേട്ട് കോടതിയിൽ ഭർത്താവിനെ തിരയുന്ന ഭാര്യയുടെ കഥ എല്ലാവർക്കും, തമിഴ്നാട്ടിൽ എല്ലാവർക്കും അറിയാമെന്നാണ് ഉദയനിധി വിജയ്ക്ക് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി ഇപ്പോൾ ഈ നിയമസഭയെ ഷൂട്ടിംഗ് സ്പോട്ടാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ മന്ത്രിമാരെല്ലാം തന്നെ ഡാൻസ് കളിക്കുന്നതും പാട്ടുപാടുന്നതുമൊക്കെ കാണേണ്ടി വരും. മുഖ്യമന്ത്രി തിരക്കഥയുമായാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ആ തിരക്കഥ വായിച്ചു തീരുന്നതുവരെ മറ്റാർക്കും മറുപടി പറയില്ല, മറ്റാരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല എന്നൊരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. ശരിക്കും നിയമസഭയിൽ എത്തുമ്പോൾ അവിടെ മുഖ്യമന്ത്രി വിജയ് അഭിനയിക്കുകയാണ്. അതിന് സ്പീക്കർ ആക്ഷനും കട്ടും പറയുന്നു എന്നൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദയനിധി ഇന്ന് സഭയ്ക്ക് പുറത്ത് തുറന്നടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വാക്പോരാണ് ഇരു കൂട്ടരും തമ്മിൽ നടക്കുന്നത്. DMKയുടെ ഭരണകാലത്ത് നടന്ന അഴിമതികളൊക്കെ ഒന്നൊന്നായി എണ്ണി പറയുന്ന രീതിയിൽ അതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് വിജയ്. ഇത് മാത്രമല്ല, ഈ TVK സർക്കാരിനെതിരെ വലിയൊരു വിമർശനം, അതായത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന് DMK നേരത്തെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊക്കെയും മറുപടിയാണ് വിജയ് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേവലം 40 ദിവസം മാത്രം പ്രായമുള്ള ഒരു സർക്കാരാണ് തന്റേത്. ഇത്രയും കാലമായി സംസ്ഥാനത്ത് നിന്നുപോരുന്ന ഈ ക്രമസമാധാന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ലഹരി വ്യാപനവും ഒക്കെ തടയുക എന്നത്, ഇത്രയും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തടയുക എന്നത് പ്രയാസകരമാണ്. ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്.
പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം മുൻ ഭരണകൂടത്തിന്റെ പ്രശ്നങ്ങളാണ് എന്ന് കൂടി വിജയ് ഇന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ എന്തായാലും സഭയിൽ ഇന്ന് അത്തരത്തിലൊരു വാക്പോരെന്ന് പറയാം. മുഖ്യമന്ത്രി DMK-ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. പുറത്ത് ഇതിനൊക്കെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് ഉദയനിധിയും പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നാം കണ്ടത്. സോന.